വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക 22 അധ്യായം. യേശുവിന്റെ അവസാന അത്താഴവും ഗെത്സമനിയിലെ പ്രാർത്ഥനയും പിടിക്കപ്പെടലും പത്രോസിന്റെ നിഷേധവും മതനേതാക്കളുടെ വിചാരണയും ഉൾക്കൊള്ളുന്നു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ കൊല്ലാൻ പദ്ധതിയിട്ടു. യേശു ശിഷ്യന്മാരോട് പെസഹ ഒരുക്കാൻ കൽപ്പിച്ചു. അവസാന അത്താഴവേളയിൽ യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. 22 അധ്യായം 19-20 തിരുവചനങ്ങൾ. ആരാണ് വലിയവനെന്ന് ശിഷ്യന്മാർ തമ്മിൽ തർക്കിച്ചപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെപ്പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെപ്പോലെയും ആയിരിക്കണം. കർത്താവിനോടുകൂടെ കാരാഗൃഹത്തിൽ പോകാനും മരിക്കാനും വരെ താൻ തയ്യാറാണെന്ന് പറഞ്ഞ ശിമയോൻ പത്രോസിനോട് കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തന്നെ തള്ളിപ്പറയുമെന്ന് യേശു അരുളി ചെയ്തു. യേശു ഒലിവുമലയിലെ ഗെത്സമനിയിൽ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. ഒരു ജനക്കൂട്ടം അവിടെ വന്നു. യൂദാസാണ് അവരുടെ മുമ്പിൽ നടന്ന് അവനെ ചുംബിച്ചത്. അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. യേശുവിൽ നിന്നും അകലം പാലിച്ച് നടന്ന പത്രോസ് 3 അവസരങ്ങളിലായി യേശുവിനെ താൻ അറിയുകയില്ല, താൻ അവരുടെ കൂട്ടത്തിലുള്ളവനല്ല എന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ യേശു അവനെ നോക്കി. അവൻ പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു. പുരോഹിത പ്രമുഖന്മാരും നിയമജരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന യേശുവിനോട്, നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്തിരിക്കുമെന്ന് യേശു മറുപടി പറഞ്ഞു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.